നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഗോഹത്യ നടത്താൻ സമ്മതിച്ചില്ല എങ്കിൽ മോദിയെയും അമിത്ഷായെയും അപായപ്പെടുത്തുവാൻ പോലും മടിക്കില്ല എന്നാണ് TMCയുടെ ചില പ്രവർത്തകർ പറയുന്നത്. ബംഗ്ലാദേശിൽ നിന്നൊക്കെ നുഴഞ്ഞുകയറി കഴിഞ്ഞ 10-15 വർഷക്കാലം കൊണ്ട് മമതയുടെ കീഴിൽ എന്തും ചെയ്യുവാനുള്ള ഒരു ധൈര്യം സമ്പാദിച്ചെടുത്തതിൻ്റെയൊക്കെ തിണ്ണമെടുക്കിൽ ആയിരിക്കാം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നത്. അവർക്കറിയില്ല ഭാരതത്തിൻ്റെ സർക്കാർ ഏത് തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്നും ബംഗാളിൽ ഇപ്പോൾ എങ്ങനെയാണ് ഭരണം മുന്നോട്ട് പോകുന്നതെന്നും മമത ചെയ്യുന്നത് പോലെയുള്ള ചില ഗിമിക്കുകളൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഭരണമാണ് എന്നുള്ള വിശ്വാസത്തിൻ്റെയൊക്കെ പേരിലായിരിക്കാം അവരിങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ തട്ടിവിടുന്നത്. പക്ഷേ അതിൻ്റെ ശിക്ഷ ഏതൊക്കെ തരത്തിലായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് യാതൊരു തരത്തിലുള്ള ഒരു അറിവും ഇല്ല. കാരണം അവർ ഭീഷണിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ വധഭീഷണി നടത്തുവാൻ ശ്രമിക്കുന്നത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് നേരെയും ആഭ്യന്തരമന്ത്രിക്ക് നേരെയുമാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് പ്രാഥമികമായ ഒരു ധാരണ പോലും ഇവർക്ക് ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്തായാലും അവർ പറയുന്നത് കരായ പോലീസ് അനധികൃതമായിട്ടാണ് പശുക്കളെ പിടിച്ചെടുത്തത്. നിരവധി വർഷങ്ങളായിട്ട് ബംഗ്ലാദേശിൽ ഇത്തരത്തിൽ നിയമം ലംഘിച്ചുകൊണ്ട് പശു കടത്ത് നടക്കുന്ന ഒരിടമാണ്. അത്തരത്തിൽ വലിയ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും മമത അതൊക്കെ അടിച്ചമർത്തിക്കൊണ്ട് ഇവർക്ക് സംരക്ഷണം ഒരുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും നടപ്പില്ല. ഇത്തരത്തിൽ അനധികൃതമായിട്ടുള്ള പശുക്കടത്ത് അവിടെ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടുത്തെ സർക്കാർ പ്രതികരിക്കുന്നുണ്ട്. അങ്ങനെ പ്രതികരിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്, അങ്ങനെ നിർദ്ദേശം കൊടുത്തതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത്തരം പശുക്കളെ അനധികൃതമായി കൊണ്ടുവരുന്ന പശുക്കളെയൊക്കെ സർക്കാർ പിടിച്ചെടുത്തത്, പോലീസ് പിടിച്ചെടുത്തതൊക്കെ. നേരത്തെ അവിടുത്തെ പോലീസ് പോലെ അല്ല, ഇപ്പോഴത്തെ പോലീസ് സംവിധാനം മെച്ചപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഒരു ലോയൽറ്റിയും ഇല്ലാതെ, ഒരു ആത്മാർത്ഥതയും ഇല്ലാതെ പണിയെടുക്കുന്ന ഒരു പോലീസ് സംവിധാനമായിരുന്നു ബംഗാളിൽ ഉണ്ടായിരുന്നത്. പീഡനങ്ങളും കൊലപാതകങ്ങളും നടക്കുമ്പോൾ പോലും TMCക്കാർക്കൊപ്പം നിന്നുകൊണ്ട് നിഷ്ക്രിയരായി നോക്കി നിൽക്കുകയോ അല്ലെങ്കിൽ പരാതി പറയുവാൻ വരുന്ന പാവപ്പെട്ട മനുഷ്യരെ പിടിച്ച് അകത്താക്കുകയോ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ബംഗാളിൽ ഉണ്ടായിരുന്നത്. നേരത്തെ ഷെയ്ഖ് ഷാജഹാനൊക്കെ ഈ രീതിയിൽ ബംഗാളിലെ ഹിന്ദുക്കളായിട്ടുള്ള സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ നടത്തുമ്പോൾ, പുരുഷന്മാരെ കൊന്നു തള്ളുമ്പോൾ, കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ 29ഓളം കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മാത്രം 29ഓളം കൊലപാതകങ്ങളും അതോടൊപ്പം തന്നെ 12ഓളം പീഡനങ്ങളും അങ്ങനെ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ അരങ്ങേറുമ്പോഴും അവർ നോക്കി നിൽക്കുകയായിരുന്നു അവിടുത്തെ ബംഗാളി പോലീസ്. ഇന്ന് അങ്ങനെയല്ല. ബംഗാളിലെ പോലീസ് പ്രതികരണശേഷിയുള്ളവരാണ്, അവരെ അതിന് സജ്ജമാക്കിയിട്ടുണ്ട്. അടുത്ത 5 വർഷത്തേക്ക് അജയ് പാൽ ശർമ്മ പോലുള്ള ഉദ്യോഗസ്ഥരാണ് അവരെ നിയന്ത്രിക്കുന്നുള്ളത് എന്നൊക്കെ കൊണ്ട് തന്നെ ബംഗാളിലെ പോലീസ് അടിമുടി ഒരു പരിവർത്തനത്തിൻ്റെ പാതയിലാണ്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ, ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വരുന്നത്. എന്തായാലും അതിനൊന്നും അവിടെ പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആൾക്കാരെ പിടിച്ച് അകത്തിടുക തന്നെ ചെയ്യും. കഴിഞ്ഞ 10-15 വർഷക്കാലം മമതയുടെ കീഴിൽ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി വരികയും ഇവിടെ വന്ന് ഇവിടത്തുകാരായിട്ട് മാറി ഇവിടുത്തെ ജനങ്ങളെ തന്നെ ചൂഷണം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് മാറുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് മമതാ ബാനർജിയാണ്. കാരണം ഇവരുടെ പിന്തുണയുണ്ടെങ്കിലേ മമതാ ബാനർജിക്ക് അവിടെ ഭരണം നടത്തുവാനായിട്ട് കഴിയുള്ളൂ, അവിടെ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുവാൻ കഴിയുകയുള്ളൂ. ഇതിനൊക്കെ ഒരു ഇളക്കം തട്ടി SIR വന്നതോടുകൂടി പലരും ബംഗ്ലാദേശിലേക്ക് തിരിച്ചോടി. പക്ഷേ അവിടെ തങ്ങുന്ന കുറച്ചധികം ആൾക്കാരുണ്ട്, അവരാണ് ഇത്തരത്തിലുള്ള വാക്കുകളും വാചകങ്ങളും ഒക്കെ പറയുന്നത്. പക്ഷേ അവർക്കും പിടിച്ചു നിൽക്കാനൊന്നും കഴിയില്ല. തീർച്ചയായിട്ടും ഇതിനെതിരെ ശക്തമായ പ്രതികരണങ്ങളും ശിക്ഷാ നടപടികളും തന്നെ ഉണ്ടാകും. കാരണം അവർ ഭീഷണിപ്പെടുത്തിയത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും തന്നെയാണ്. എന്തായാലും ഇവർക്ക് അധിക നാളൊന്നും ഇങ്ങനെ സ്വതന്ത്രമായി വിഹരിക്കുവാനൊന്നും കഴിയില്ല എന്നുള്ളതാണ്. ബക്രീദ് അടുത്തു വരുന്നു. അപ്പോൾ ഒട്ടകങ്ങളും പശുക്കളും കന്നുകുട്ടികളും ഒക്കെ ഇവർക്ക് കൊല്ലണം. ഡൽഹി സർക്കാർ ഈ കാര്യത്തിൽ വളരെ കർശനമായിട്ടുള്ള ചില റെഗുലേഷൻസ് തന്നെയാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഒട്ടകങ്ങളും അതുപോലെ തന്നെ പശുക്കൾ, കന്നുകുട്ടികൾ, ഇവരെയൊന്നും ഇത്തരം ജാതി മൃഗങ്ങളെയൊന്നും കൊല്ലുവാനായിട്ട് പാടില്ല. അനുവദിക്കപ്പെട്ട മൃഗങ്ങളെ മാത്രമേ കൊല്ലുവാനായിട്ട് ബക്രീദിന് പാടുള്ളൂ എന്നുള്ള നിർദ്ദേശം. അതോടൊപ്പം തന്നെ ഈ വേസ്റ്റൊന്നും അവിടെ ഇവിടെയൊന്നും വലിച്ചെറിയുവാനും അതുവഴി ജനജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലൊന്നും പെരുമാറുവാനും കഴിയില്ല. അത് നിയമവിരുദ്ധമാണ്. ഇങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഡൽഹിയിലെ ഡെവലപ്മെൻറ്റ് മിനിസ്ട്രി അറിയിക്കാനും നിർദ്ദേശമുണ്ട്. അപ്പോൾ അത്തരത്തിൽ വളരെ കർശനമായിട്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളെ നേരിടുന്നത്. ബീഫ് നിരോധനം നിലനിൽക്കുന്ന ഇടങ്ങളിലൊന്നും ബീഫ് വെട്ടുവാൻ പാടില്ല എന്നുള്ളതാണ്. മുല്ലമാർ ഉൾപ്പെടെ അവർ സമ്മതിച്ചിട്ടുമുണ്ട്. കാരണം ഇസ്ലാം എന്ന അന്യ മതങ്ങളെ ബഹുമാനിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പശുക്കളെ കൊല്ലാൻ അനുവദനീയമായ ഇടങ്ങളിൽ മാത്രമേ അതിന് ചെയ്യാൻ പാടുള്ളൂ എന്ന് ചില മുല്ലമാരും അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ ഭീകരവാദ സ്വഭാവമുള്ള, തീവ്രവാദ സ്വഭാവമുള്ള ഇസ്ലാമിക സംഘടനകളൊന്നും ഇത്
അംഗീകരിച്ചിട്ടില്ല. അവർ ഇതിനെ എതിർക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇനി എത്ര എതിർത്താലും ഭാരതത്തിന് ഒരു നിയമ സംവിധാനമുണ്ട്. ആ നിയമ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് മാത്രമേ എല്ലാവർക്കും പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചിരുന്ന ഈ കൊലപാതകം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ആൾക്കാരെ ഒന്ന് നമുക്ക് ഇത്തരം ഒരു നല്ല മനുഷ്യരായിട്ടോ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ നല്ല പൗരന്മാരായിട്ടോ നമുക്ക് അംഗീകരിക്കുവാനായിട്ട് കഴിയില്ല. തീർച്ചയായിട്ടും അവർ നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണ് എന്നുള്ളതാണ്. അത് ഒരിക്കലും അംഗീകരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. മമതാ ബാനർജി അത് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് അവർക്ക് വ്യക്തമായ നേട്ടങ്ങളുണ്ടായി. അവർ വീണ്ടും ഇത്തരക്കാരുടെ പിന്തുണയോടുകൂടി അവിടെ അധികാരത്തിൽ തുടരുവാനും കടിച്ചു തൂങ്ങുവാനും ഒക്കെ ശ്രമം നടത്തി. പക്ഷേ ഗവർണർ ആർ എൻ രവി അവരെ പിടിച്ച് കഴുത്തിന് തൂക്കിയെടുത്ത് പുറത്തു കളഞ്ഞു. ബംഗ്ലാദേശിൽ നിന്നടക്കം ഇവരെ പിന്തുണയ്ക്കുന്ന നിരവധിയായിട്ടുള്ള സമരങ്ങളുണ്ടായിരുന്നു. ഹിന്ദുക്കളെ കൊന്നൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നിരവധിയായിട്ടുള്ള പ്രക്ഷോഭങ്ങളുണ്ടായിരുന്നു. തത്തുമൈ ന്യൂസ് ഈ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു കാര്യമൊന്നും ഭാരതത്തിനകത്ത് നടപ്പിലാക്കാൻ സമ്മതിക്കില്ല. പ്രത്യേകിച്ച് ബംഗാളിൽ ഇനി ഒരു കാരണവശാലും നടപ്പിലാക്കുക. ബംഗാളിനെ ദരിദ്രമാക്കിയ, ബംഗാളിലെ ഭീകരവാദം കൊണ്ട് നിറച്ച ഒരു സർക്കാരല്ല ഇപ്പോൾ ബംഗാൾ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെ കൃത്യമായി ചോദ്യം ചെയ്യുകയും അമർച്ച ചെയ്യുകയും തന്നെ ചെയ്യും. അവിടുത്തെ ഭാരതത്തിൻ്റെ പൗരന്മാർ മാത്രം അവിടെ കഴിഞ്ഞുകൂടിയാൽ മതി, ബംഗ്ലാദേശികൾക്ക് ഇവിടെ കഴിഞ്ഞുകൂടണമെന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ബുൾഡോസർ രാജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പിലാക്കിയെടുത്തുകൊണ്ട് അവിടുത്തെ NDA സർക്കാർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇത്തരത്തിൽ കാര്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും കാര്യങ്ങളെ ഇത്തരം ഭീകരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുകയും കർശനമായ രീതിയിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. പഞ്ചാബിലെ പത്താൻകോട്ടിൽ CCTV ക്യാമറ പിടിപ്പിച്ചിട്ട് അവിടെ NH-44 ലൈവ് ഫുട്ടേജ്, ആർമിയുടെയും പാരാമിലിറ്ററിയുടെയും ഒക്കെ മൂവ്മെൻ്റൊക്കെ എടുത്തുകൊണ്ട് പാകിസ്ഥാൻ മിലിറ്ററിക്ക് കൈമാറിയിട്ടുള്ള ബൽജിത് സിംഗ് അറസ്റ്റിലായിട്ടിരിക്കുകയാണ്. അയാളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ്. ഇയാൾ ധരിവാൽ വില്ലേജിൻ്റെ താമസക്കാരൻ, വില്ലേജിൽ ഉള്ള നിവാസിയാണ്. ഇയാൾക്കെതിരെയുള്ള ശക്തമായ അന്വേഷണം നടക്കുന്നുണ്ട്. കഴിഞ്ഞ കുറേയധികം നാളുകളായിട്ട് ഇയാൾ ഇത്തരത്തിൽ ഹൈവേയുടെയൊക്കെ വിഷ്വൽസ് എടുത്തുകൊണ്ട് പാകിസ്ഥാന് അയക്കുന്നുണ്ടായിരുന്നു. ഇത് ഈ അടുത്ത സമയത്താണ് നോട്ടീസ് ചെയ്യപ്പെട്ടത്. എന്തായാലും കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് ഭാരതത്തിനെതിരെ സജീവമായ നീക്കങ്ങളാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പാകിസ്ഥാനിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളുടെ നീക്കങ്ങളൊക്കെ തന്നെ അന്വേഷണ ഏജൻസികൾ പൊടിച്ചിട്ടുണ്ട്. BSF അടക്കം ഉള്ള ഭാരതത്തിൻ്റെ സേനകൾ പാകിസ്ഥാനിൽ എന്താണ് നടക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം റിപ്പോർട്ട് നൽകിയതിൻ്റെ ബേസിസിൽ നിരവധിയായിട്ടുള്ള സ്ഫോടനങ്ങളാണ് ഭാരതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയത്. അവരെ പലരും ഇപ്പോൾ കൽത്തുറുങ്കിൽ അടച്ചിരിക്കുകയാണ്, അവർ ജയിലിലാണ് എന്നുള്ളതാണ്. ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറി വന്നിട്ടുള്ള ഭീകരവാദികൾ ഇപ്പോൾ ഒരാൾ പോലും രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ള എന്ത് ആസൂത്രണം നടന്നാലും ഈ അടുത്ത സമയത്താണ് ട്രൈഅസറ്റോൺ ടെട്രാപെറോക്സൈഡ് എന്ന് പറയുന്ന അതീവ ഭീകരമായി വായുവുമായി സമ്പർക്കം നടത്തിയാൽ തന്നെ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തത്. അതിൽ നിരവധിയാണ്. അതായത് ഈ RDX അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ പാകിസ്ഥാനിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്തുകൊണ്ട് ഇവിടെ കൊണ്ടുവരുന്നതിന് വലിയ പ്രശ്നങ്ങൾ അവർക്കുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ലോക്കലി നമുക്ക് ചില കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തത്. പക്ഷേ അതെല്ലാം തന്നെ റെയ്ഡിൽ പിടിക്കപ്പെടുകയാണ് ചെയ്തത്. ഡൽഹി മോഡൽ ഒരു ബ്ലാസ്റ്റിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ചില ഡോക്ടേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന ആൾക്കാരാണ് ഇത് ഉണ്ടാക്കിയത്. ഈ ഡോക്ടർമാർക്കാണ് ഇത് പെട്ടെന്ന് വളരെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള, വളരെ പെട്ടെന്ന് കിട്ടുന്നതും അവർക്കാണ്. അത്തരത്തിൽ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഗൂഢാലോചനകൾ അവർ നടപ്പിലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഡിജിറ്റൽ ജിഹാദ് പോലുള്ള പ്രവർത്തനങ്ങൾ വളരെ സജീവമാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം, അത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകൾ. പക്ഷേ ഈ സ്ലീപ്പർ സെല്ലുകൾക്കൊക്കെ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ഇവർക്ക് പിന്നിൽ എന്തായാലും സർക്കാർ ഉണ്ട് എന്നുള്ളതാണ്, ഇവർക്ക് പിന്നിൽ അന്വേഷണ സംഘങ്ങൾ ഉണ്ട് എന്നതാണ്. പക്ഷേ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇപ്പോഴും ഭാരതത്തിൻ്റെ ചില ഭാഗങ്ങൾ നടക്കുന്നുണ്ട്. അതും തന്നെ അമർച്ച ചെയ്യുവാനുള്ള ശേഷി ഭാരതം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ അടുത്ത സമയത്താണ് ലോൺ വൂൾഫ് അറ്റാക്ക് എന്ന് പറയുന്നൊരു ആക്രമണം ഈ അടുത്ത സമയത്താണ് നടന്നത്. ഈ ആക്രമണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി ഇത് സെക്യൂരിറ്റി ജീവനക്കാരുടെ മതം ചോദിച്ചതിന് ശേഷം പഹൽഗാം മോഡൽ രീതിയിൽ ഒരു ആക്രമണം നടത്തിയതാണ്. കത്തിയെടുത്ത് കുത്തുകയായിരുന്നു ഈ സെക്യൂരിറ്റി ജീവനക്കാർക്ക്. അപ്പോൾ അത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ സംഘടിതമായ ഭീകരാക്രമണങ്ങളെ വളരെ ജാഗ്രതയോടുകൂടിയാണ് നേരിടുന്നത്. അതോടൊപ്പം തന്നെ പാകിസ്ഥാനിൽ നമുക്കറിയാം നിരവധിയായിട്ടുള്ള അജ്ഞാതർ കൊല്ലപ്പെടുത്തുന്ന നിരവധിയായിട്ടുള്ള
ഭീകരവാദികളുണ്ട്. അജ്ഞാതരാൽ കൊല്ലപ്പെടുന്ന നിരവധി ഭീകരവാദികളാണത്. ലഷ്കർ ഇ തൊയ്ബയുടെ ആയാലും ജെയ്ഷ് ഇ മുഹമ്മദിൻ്റെ ആയാലും അതോടൊപ്പം തന്നെ ഹിസ്ബുൾ മുജാഹിദിൻ്റെ ആയാലും ഇവരുടെ എല്ലാം ഈ ഭീകരവാദികൾ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും അത് തുടരുക തന്നെ ചെയ്യും. ഇനി അടുത്ത ഭീകരവാദികൾ മാത്രമല്ല, പാകിസ്ഥാൻ തന്നെ പലതായി മുറിക്കപ്പെടുകയും ചെയ്യും. POK ഭാരതത്തിനൊപ്പം ചേരുകയും ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.